നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ വന്നു. കുന്നംകുളത്ത് സമീപ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളൊക്കെ അണിനിരത്തുന്ന വലിയ പ്രചാരണ യോഗവും റാലിയും സംഘടിപ്പിച്ചു. അദ്ദേഹം വരുമ്പോൾ സുരക്ഷ ഒരുക്കണം, അതുകൊണ്ട് പലയിടത്തും റോഡ് ബ്ലോക്ക് ചെയ്തു, ഗതാഗത കുരുക്കുണ്ടായി, തടസ്സമുണ്ടായി. പക്ഷെ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കയർ വലിച്ചു കെട്ടിയപ്പോൾ അതിൽ കുരുങ്ങി ഒരു ബൈക്ക് യാത്രികൻ അതിദാരുണമായിട്ടാണ് മരിച്ചത്. കൊച്ചി വടുതല സ്വദേശി മനോജ് ഉണ്ണി, 28 വയസ്സുള്ള യുവാവ്, ചെറുപ്പക്കാരൻ്റെ ജീവൻ പൊലിഞ്ഞു. ഏത് ജീവൻ പൊലിയുന്നതും ദുഃഖകരമാണ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കാണ്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കെയറാണ് ഈ ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. ഒരു പ്ലാസ്റ്റിക് കെയർ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ കെട്ടിയിരുന്നു. ഇദ്ദേഹം അത് കാണാതെ, കാരണം രാത്രി 10 മണിക്ക് ഈ ബാരിക്കേഡ് വെച്ചാൽ തന്നെ ഇരുട്ടാണെ കാണത്തില്ല. പ്ലാസ്റ്റിക് കയർ കെട്ടിയത് കാണാതെ അദ്ദേഹം സാധാരണ വേഗതയിൽ, രാത്രി 10 മണി വലിയ ട്രാഫിക് ഇല്ലാത്ത സമയമാണ്, അപ്പോൾ ബൈക്ക് ഇത്തിരി സ്പീഡിൽ ഓടിച്ചായിരിക്കും ഈ യുവാവ് പോയത്. കഴുത്തിൽ ഈ കയറ്, റോഡ് ബ്ലോക്ക് ചെയ്ത കയറ് കുരുങ്ങിയിട്ട് അതിദാരുണമായിട്ടാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേറെ മുറിവുകളൊന്നുമില്ല. ഈ കഴുത്തിൽ ഈ നൈലോൺ ഈ ചരട് കുരുങ്ങിയത് മാത്രമേ. ഇങ്ങനൊരു ദാരുണ സംഭവം രാഷ്ട്രീയ നേതാക്കളുടെ യാത്രയും സുരക്ഷയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് നിങ്ങൾ പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യജീവനും പൊലിയരുത്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവരുത്. റോഡിലെ കുഴിയിൽ വീണായാലും അല്ലെങ്കിൽ VVIPകൾ, പ്രധാനമന്ത്രിയെ പോലുള്ള VVIPകൾ വരുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന സുരക്ഷാ സംവിധാനമായാലും, പോലീസോ സൈനികരോ ഉണ്ടാക്കുന്ന സുരക്ഷാ സംവിധാനമായാലും, അവിടെ ഒരു മനുഷ്യജീവൻ പോലും പൊലിഞ്ഞു പോകാൻ പാടില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ പോലെ തന്നെ പ്രധാനമാണ് ഇന്ത്യയിലെ ഒരു പൗരന്റെ ജീവിതം. ആ പൗരന് സുരക്ഷിതമായിട്ടും വാഹനം ഓടിച്ചോ നടന്നോ നമ്മുടെ നിരത്തിലൂടെ, പൊതു റോഡിലൂടെ പോകാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാകും. VVIP വന്നോട്ടെ, പ്രധാനമന്ത്രിയോ ആരോ വന്നോട്ടെ, പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന പരിപാടിയായിട്ട് അതിനെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, കൃത്യവിലോപം കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷേ അത് കൊച്ചിയിൽ സംഭവിച്ചു. പ്രധാനമന്ത്രി തൃശ്ശൂർ കുന്നംകുളത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇനി ഒരു സാങ്കല്പിക ചോദ്യം. ഈ വിഷയം, ഈ സുരക്ഷാ വിഷയം എത്ര മാപ്രകള്, എത്ര ചാനലുകള്, എത്ര പത്രങ്ങൾ ചർച്ച ചെയ്തു, റിപ്പോർട്ട് ചെയ്തു, അതിൻ്റെ ഗൗരവം കണ്ടു? ഞങ്ങൾ വെറുതെ ഒന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് റൈറ്റ് വോയിസ്. ഇനി സാങ്കല്പികമായിട്ട് വീണ്ടും ചോദിക്കുന്നു, ഇതേ സ്ഥാനത്ത് തൃശ്ശൂരോ കുന്നംകുളത്തോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യോഗമായിരുന്നു എന്ന് വിചാരിക്കുക. കാരണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലെ ഏറ്റവും വലിയ സ്റ്റാർ കാമ്പയിനർ പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഇവിടെ ചെല്ലുന്ന അവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നിടത്ത് വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അപ്പോൾ പ്രധാനമന്ത്രിക്ക് പകരം ഈ യോഗം സംഘടിപ്പിച്ചത് ഇടതുപക്ഷവും, ഇതിൽ തൃശ്ശൂരോ കുന്നംകുളത്തോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമയത്ത് പോയി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് കൂടി ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ദാരുണ മരണം നടന്നെങ്കിൽ എത്ര ദിവസം അന്തിച്ചർച്ച ഉണ്ടാകുമായിരുന്നു. പിണറായിയുടെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ പാളി, ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞുപോയി. ദുഃഖകരം, ഖേദകരം, സഹിക്കാൻ പറ്റൂല. എഡിറ്റോറിയൽ, മുതലക്കണ്ണീര്, പിന്നെ അന്തിച്ചർച്ച, എന്തൊക്കെ ബഹളമാകുമായിരുന്നു. ഇത്തരം രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. സ്വന്തം ഹിതത്തിനനുസരിച്ച്, സ്വന്തം സുഖത്തിനനുസരിച്ച്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ പടച്ചുണ്ടാക്കുന്ന ഈ പരിപാടിയുടെ, ഈ മാപ്ര പരിപാടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇതൊന്നും ചർച്ചയാവില്ല. CPMന്റെ പിണറായി വിജയനോ മറ്റേതെങ്കിലും നേതാവായിരുന്നെങ്കിൽ എന്ത് കോലാഹലം ഇവിടെ മാപ്രകൾ, മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മറ്റ് ചാനലുകൾ, മുഖ്യ ചാനലുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഏത് ജീവൻ എവിടെ പൊലിഞ്ഞാലും അത് മനുഷ്യജീവനാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചർച്ച ചെയ്യാനും തയ്യാറാണ്. അത് റോഡിലെ കുഴിയാവട്ടെ, കെട്ടിയ ബാരിക്കേഡാവട്ടെ, അല്ലെ ചരടാവട്ടെ, നൈലോൺ കയറാവട്ടെ, എന്താവട്ടെ, ആരാവട്ടെ നേതാവ്, ഇത്തരം പരിപാടികൾ പാടില്ല.
ഫുൾ പ്രൂഫായിട്ട് യാതൊരു പഴുതുമില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ VVIPകൾ ഇലക്ഷൻ മീറ്റിങ്ങിനോ മറ്റേത് മീറ്റിങ്ങിനോ വന്നാലും അതിൽ പങ്കെടുക്കുമ്പോൾ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന നിലപാട് എടുക്കാൻ എന്തേ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് വേറെ പൊളിറ്റിക്സ്, ആ നിങ്ങളുടെ പൊളിറ്റിക്സിനെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. നിങ്ങൾ ഓരോ ദിവസവും കാണിക്കുന്നത് അതൊക്കെ തന്നെയാണ്. എന്ത് ദുരന്തമുണ്ടായാലും ആര് മരിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ പൊളിറ്റിക്സ് മാത്രമേ അതിനകത്തുള്ളൂ. നിങ്ങളുടെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എവിടെയുണ്ട്? ഇടതുപക്ഷത്തിനെതിരെ അല്ലാതെ BJPയോ കോൺഗ്രസോ മറ്റു പാർട്ടികളോ കാണിക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ നിങ്ങളുടെ നിഷ്പക്ഷത എവിടെയുണ്ട്? എങ്ങുമില്ല. അതെല്ലാവർക്കും ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം, ആ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ജീവിതം പൊലിഞ്ഞു പോയതിൻ്റെ ആ ഒരു ധർമ്മസങ്കടം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മുടെ പൊതുനിരത്തിൽ എന്ന് മാത്രം ഞങ്ങൾ ഇവിടെ പറയും.